രേണു സുധിയുടെ 5ാമത്തെ വിവാഹവും കഴിഞ്ഞു. വിവാഹ പത്രികയൊക്കെ പുറത്തു വന്നു. രേണു കല്യാണ വേഷത്തിലൊക്കെ നിൽക്കുന്ന ഫോട്ടോയൊക്കെ പുറത്തു വന്നു. ജീവിക്കാൻ വേണ്ടി നേഴ്സിംഗ് ഒക്കെ പഠിച്ച ആളാണ് രേണു എന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ. രേണു എവിടെ പോയാലും ഈ ചില യൂട്യൂബേഴ്സ് പുറകെ ഉണ്ട്. കഴിക്കാതിരുന്നാലും അഭിനയിക്കാതിരുന്നാലും നാടകത്തിന് പോയാലും എല്ലായിടത്തും ചില യൂട്യൂബേഴ്സ് ഉണ്ട് പുറകെ നടക്കാൻ. രേണുവിന്റെ പ്രായം എത്രയാണ്, ഇന്ന് എന്താണ് കഴിച്ചത്, എത്ര കിലോ ഭാരമുണ്ട്, എന്താണ് വണ്ണം വയ്ക്കാത്തത്, അടുത്ത കല്യാണം എപ്പോഴാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ എന്താ മാർക്കറ്റ് രേണു സുധിയാണ്. അതുകൊണ്ട് അവരുടെ പിന്നാലെ നടന്ന് വ്യൂസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷെ അവരും കുറച്ച് ഓവറല്ലേ എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഈ രേണു സുധിയായിട്ട് ബന്ധപ്പെട്ട 2-3 വീഡിയോകൾ നമ്മളും എടുത്തപ്പോൾ പലരും വന്ന് കമൻറ്റ് ഇവനൊന്നും വേറെ പണിയില്ല എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ആ വീഡിയോയ്ക്ക് നല്ല റീച്ചും കിട്ടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും മലയാളിയുടെ ഒരു പൊതു സ്വഭാവമാണിത്. ഇത്തരത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പം അയ്യേ ഇതെന്ത് സംഭവം എന്നും പറഞ്ഞുകൊണ്ട് പുച്ഛിക്കുകയും ആരും കാണാതെ ഹെഡ്ഫോൺ വെച്ചത് കേൾക്കുകയും ചെയ്യുന്നൊരു സ്വഭാവം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഈ രേണു സുധി അതിനെ വിറ്റ് കാശാക്കുകയാണ് എന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം രേണു സുധിക്ക് ഇപ്പോൾ അറിയാം, ഇപ്പം കുറച്ച് റീച്ച് കൂടുതലുള്ള ടൈമാണ്. എന്തിട്ടാലും ഈ പറഞ്ഞ പോലെ വരും. ഏതോ ഒരു കോഴിക്കോടുള്ള ഒരു താടി വെച്ച ഒരാളുണ്ടല്ലോ, അയാൾ എവിടെ വന്നാലും രേണു സുധി ദാസേട്ടൻ അയാൾക്ക് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്. ഗവൺമെന്റ് ജീവനക്കാരനും കൂടിയാ. ഇയാൾ രേണു സുധി വന്നു കഴിഞ്ഞാൽ അവിടെ വന്നൊരു ഡാൻസ് ഒക്കെ ചെയ്തിട്ടേ പോകത്തുള്ളൂ. ഇയാളെ കുറിച്ച് അന്ന് മറ്റേ ഇവരുടെ ഒരു ഇത് ഇറങ്ങിയല്ലോ, ഒരു റീൽ ഇറങ്ങി ദിലീപിന്റെ സിനിമ ചാന്തുപൊട്ട് സിനിമയായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അതിനകത്ത് മുഖത്ത് തലയ്ക്കടിച്ചാൽ പോലും ഒരു ഭാവവും വരാത്ത നടൻ എന്നൊക്കെ രീതിയിൽ അയാൾക്ക് കമന്റുകളൊക്കെ വന്നിരുന്നു. കാരണം ദിലീപ് എത്ര വലിയൊരു അഭിനേതാവായിരുന്നു എന്ന് മനസ്സിലാക്കിയത് ഇയാൾ അഭിനയിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ദാസേട്ടനൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ദാസേട്ടനും ഇത് അറിയാം, വിറ്റ് കാശാകുന്ന സാധനമാണെന്ന്. അപ്പം സിനിമയിലൊക്കെ കയറാനൊരു അവസരമാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് രേണു സുധി ഈ പറഞ്ഞതുപോലെ എന്നും രേണു സുധിക്ക് മനസ്സിലായി എന്തിനെങ്കിലും ഒരു റീൽസ് ഇട്ടാലും ഓടും. അങ്ങനെ അതിൻ്റെ അവരുടെ ഒരു മാർക്കറ്റ്. ഇപ്പോൾ സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അന്ന് സുധിയുമായിട്ടുള്ള ഇൻ്റർവ്യൂ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ അവർ സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ രേണു സുധി ഇതിൽ ഭ്രമിച്ചു പോയി എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്കറിയാം, ഇപ്പോൾ ഈ സിനിമയിലൊക്കെ വരുമ്പോഴും സ്വാഭാവികമായും അത് മറ്റൊരു ലോകമാണ്. അത് ഒരു ലഹരിയാണ്. സിനിമ ഒരു ലഹരിയാണെന്ന് ലോഹിതദാസൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, അത് ശരിക്കും. സിനിമേൻ്റെ വെള്ളി വെളിച്ചത്തിൽ വരുമ്പോൾ ആൾക്കാർ തിരിച്ചറിയുന്നു, കൂടുതൽ പണം കിട്ടുന്നു. ഓരോ സ്ഥലത്തും പോകുമ്പോൾ നമുക്ക് എന്താവശ്യത്തിനും കൂടെ ആൾ നിൽക്കുന്നു, എന്തും കൊണ്ടുതരുന്നു, ചോദിക്കുന്ന ഏറ്റവും മികച്ച ആഹാരം ലഭിക്കുന്നു, ഏറ്റവും മികച്ച ജ്യൂസുകൾ ലഭിക്കുന്നു, ആണുങ്ങളാണെങ്കിൽ മദ്യം ലഭിക്കുന്നു, എല്ലാം അത്തരത്തിലെല്ലാം കിട്ടുന്ന ഒരു മേഖലയാണ് ഈ ഒരു വർണ്ണങ്ങളുടെ വെള്ളി വെളിച്ചം അല്ലെങ്കിൽ വർണ്ണങ്ങളുടെ കലാശാലയായ സിനിമ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു ലോകത്ത് എത്തിപ്പെട്ടാൽ നമ്മൾ മറ്റൊരാളായി മാറുന്നു. നമുക്ക് ചുറ്റുമുള്ളതെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നില്ല. വില കൂടിയ കാറുകൾ, സാധാരണക്കാരൻ്റെ ദുഃഖമൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവർ വേറൊരു വെള്ളി വെളിച്ചത്തിനാണ്. എവിടെ ചെന്നാലും ആൾക്കാർ തിരിച്ചറിയുന്നു, ഓടി വന്ന് സെൽഫി എടുക്കുന്നു. ഇപ്പോൾ എല്ലാം സെൽഫി എടുപ്പിൻ്റെ കാലമാണല്ലോ. അപ്പോൾ ആ ഒരു ലഹരിയിൽ പെട്ടിരിക്കുകയാണ് രേണു എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ കഴിവുള്ളവരാണ്, അവർ നാടകത്തിനൊക്കെ പോകുന്നുണ്ട്. ഒപ്പം അവർക്ക് ഈ പറഞ്ഞതുപോലെ അവരുടേതായ രീതിയിൽ അവർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. പക്ഷേ അവർ ഈ പറഞ്ഞതുപോലെ ചില കാര്യങ്ങളിൽ വളരെ ഓവറായി പ്രതികരിക്കുന്നു. ഇപ്പോൾ സ്വപ്ന സുരേഷൊക്കെ അവർക്കെതിരായ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ആരാണ് സ്വപ്ന എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു പുച്ഛത്തോടു കൂടി വരുന്നു. അത് ഇപ്പോൾ അതിനോടൊന്നും നമുക്ക് യോജിക്കാൻ കഴിയില്ല. എന്തായാലും ഇപ്പോൾ എന്നെക്കുറിച്ച് ഒരാൾ പോസ്റ്റ് ഇടുവാണെങ്കിൽ അതാരാണെന്ന് മിനിമം ഞാൻ അന്വേഷിച്ച് വെക്കുമല്ലോ. സ്വാഭാവികമായിട്ടും ഇപ്പോൾ പത്രം വായിക്കാത്ത ആളാണെങ്കിൽ പോലും സ്വപ്ന സുരേഷിനെ അറിയാത്തവരില്ല. പക്ഷെ അതൊക്കെ വിറ്റ് കാശാക്കുക അല്ലെങ്കിൽ മാർക്കറ്റിംഗ് തന്ത്രമായി എടുക്കുക എന്നുള്ളതാണ്. പിന്നെ രേണു സുധി ഏതെങ്കിലും ഒരു ഷോർട്ട് ഫിലിമിലോ സിനിമയിലോ റീലിലോ ഒരാളുമായിട്ട് അഭിനയിച്ച് മാല ഇടുന്നൊരു സീനുണ്ടെങ്കിൽ ഉടൻ തന്നെ ഓൺലൈൻ ചാനലുകൾ രേണു സുധിയുടെ 3ാം വിവാഹം, രേണു സുധി വിവാഹിതയായി എന്നും പറഞ്ഞു വരും. ആ തമ്പ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് യഥാർത്ഥ വിവാഹമല്ല. അതായത് ഇത് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അവരോരോ സിനിമകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അഭിനയിക്കുമ്പോൾ വിവാഹം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മലയാളികൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. രേണു സുധി വിവാഹം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. സുധിയുടെ വിയർപ്പിൻ്റെ പെർഫ്യൂമും മണത്ത് അതെ അങ്ങനെ ജീവിക്കുന്നവർ പലതവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ വിവാഹം കഴിക്കില്ല എന്ന്. അപ്പോൾ ഇവർ വിവാഹം കഴിച്ചോ അതറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി വരും, അതിലേക്ക് കയറും, ഓപ്പൺ ചെയ്യും, അങ്ങനെ കാണുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞതുപോലെ ഇത്തരം ഡിമാൻഡ്സ് ഇപ്പം നമുക്കറിയാം. സന്തോഷ് പണ്ഡിറ്റ്, ആ സമയത്ത് സന്തോഷ് പണ്ഡിറ്റ് ഒരു ഭയങ്കര തരംഗമായിരുന്നു. ഇവർക്ക് അറിയാം ഈ ഒരു സമയത്ത് കിട്ടുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ബിഗ് ബോസ് താരങ്ങൾ അവരൊക്കെ ആ ഫൈനലിസ്റ്റുകളാവുമ്പോൾ ആദ്യത്തെ ഒരു മാസം കടയുടെ ഉദ്ഘാടനത്തിനും മറ്റേതിനെല്ലാം വിളിക്കും. അത് കഴിഞ്ഞ് ഒരു 2 കൊല്ലം കഴിയുമ്പോൾ ഒരുത്തിനും വിളിക്കത്തില്ല, ജീവിച്ചിരിപ്പുണ്ടോ. ഇപ്പോൾ രജിത് കുമാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളുണ്ടല്ലോ, അയാളൊക്കെ
എവിടാന്ന് പോലും ആർക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ ഈ ഒരു പബ്ലിസിറ്റി എന്ന് പറയുന്നത് ഒരു സീസൺ പബ്ലിസിറ്റി. റോബിൻ രാധാകൃഷ്ണൻ, അതെ അതെ, റോബിൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു സീസൺ പബ്ലിസിറ്റി ആണെന്ന് ഇവർക്ക് അറിയാം. ആ സമയത്ത് മാക്സിമം ഇപ്പൊ കാറ്റുള്ളപ്പോ തൂറ്റണം എന്ന് പറയുന്നത് പോലെ അതുപോലെ അങ്ങനെ പറയാറുണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉള്ള ഇതുപോലെ സംഭവം. നമ്മളെ നാട്ടില് മറ്റേ മഴയ്ക്ക് പറയുന്നതാണ് ഈ തൂറ്റണം, അതല്ലേ? ഇങ്ങോട്ടൊക്കെ കാറ്റുള്ളപ്പോ വീശണം എന്നാണ് യഥാർത്ഥ പല വേറെ അർത്ഥങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മള് ഇതൊരു കാഷ്വൽ ഇതായതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറഞ്ഞു പോകുന്നത്. അപ്പൊ ഈ സ്വാഭാവികമായും ഇതൊക്കെ നമ്മൾ എന്താ ആധികാരികതയിൽ ഇത് പറയാനാണ്. പിന്നെ ആളുകളെ പറ്റിക്കുന്നതിനൊക്കെ ഒരു പരിധി. ശ്രുതിയുടെ പേര് വെച്ചിട്ട് കുറെ മുതലെടുപ്പുകൾ ഇവർക്ക് മനസ്സിലാവുന്നില്ല. ഇവരെ ഒരു കച്ചവട മൂല്യമാക്കി കണ്ട് മറ്റുള്ളവർ മുതലെടുക്കുകയാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയെങ്കിലും ഇവർ കാണിക്കണ്ടേ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇതിപ്പോ ഒരു സീസണൽ ഇത് ഞാൻ പറഞ്ഞല്ലോ, സ്വാഭാവികമായിട്ട് ഒരു വർഷം കഴിയുമ്പോൾ ഇവർ അപ്രത്യക്ഷമാകും, ആരും മൈൻഡ് ചെയ്യാതെ വരും. അപ്പൊ ഇവർക്കൊരു ഡിപ്രഷനൊക്കെ കടക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ആരും എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എനിക്കിപ്പോൾ പഴയതുപോലെ ആരും വന്ന് എൻ്റെ റീൽസ് എടുക്കുന്നില്ല, ആർക്കും കാണാൻ താല്പര്യമില്ല. അപ്പോഴത്തേക്ക് ഇവർക്ക് മാനസികമായ ഒരു വല്ലാത്തൊരു ഫീലിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കും. പല നടിമാർക്കും സംഭവിക്കുന്ന, സിൽക്ക് സ്മിതയൊക്കെ എഴുതിയിട്ടുണ്ട്, അവരുടെ മരണ കാലഘട്ടത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത്തരത്തിൽ വെള്ളി വെളിച്ചത്തിൽ നിറഞ്ഞു നിൽക്കുകയും പിന്നീട് അവസരങ്ങളില്ലാതെ വരുമ്പോൾ ഇതൊരു ലഹരിയാണ് സിനിമ, അല്ലെങ്കിൽ ഇത്തരം ഒരു ഇത്. അപ്പോൾ അതിൽ പിന്നെ ഇവർ മാനസിക ഒരു ഭർത്താവ് ഒന്നും ഇല്ലല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നല്ല സൗഹൃദം ഒന്നും ഇല്ലെങ്കിൽ ഇവർ ഒരു ഡിപ്രഷനിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഒരു ആത്മഹത്യ ടെൻഡൻസി പോലും ഉണ്ടാക്കുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ എത്തും. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും അപകടകരമായ വസ്തുത. ഈ മീര ജാസ്മിനെ പോലെയുള്ള നടിയൊക്കെ കുറെ കാലം അത്തരത്തിൽ പോയി. ഇപ്പൊ ഏറ്റവും അടുത്ത് നസ്രിയ പോലും ഇപ്പൊ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ഡിപ്രഷനിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതൊരു വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നൊരിതാണ്. അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും രേണു ഇതൊന്നും അറിയുന്നില്ല. രേണു മറ്റൊരു ലോകത്താണ്. നമുക്ക് ഓരോ റീൽസും അവരുടെ പെർഫോമൻസും അവരുടെ സംഭാഷണവും ഒക്കെ കേൾക്കുമ്പോൾ കൃത്യമായിട്ട് അത് അറിയാൻ പറ്റും. രേണു ഈ ഒരു ഭ്രമാത്മകമായ ലോകത്ത് വിഹരിക്കുകയാണ്. അത് പക്ഷേ അത് എത്ര നാൾ നിൽക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഒരുപക്ഷെ അവർ ഇപ്പോൾ സിനിമയിലൊക്കെ പോയി വലിയ അവസരങ്ങൾ കിട്ടി, ചിലപ്പോൾ ഒരു വലിയ നടിയായി തീരാം. അങ്ങനെ ആവട്ടെ എന്നാണ് നമ്മളും പ്രത്യാശിക്കുന്നത്. പക്ഷേ അത് തിരിച്ചറിയാനും കൂടി അവർക്ക് കഴിയണം എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത. അപ്പൊ ധന്യക്ക് എന്തോ അതിനെ കുറിച്ച് പറയാം? തീർച്ചയായിട്ടും പിന്നെ പറഞ്ഞത് തന്നെയാണ് കറക്റ്റ്. കാരണം ഈ ഒരു വർഷം അല്ലെങ്കിൽ ഒരു 1-2 വർഷം മാക്സിമം പോയാൽ ഇവരെയൊക്കെ ചിലപ്പോ പിന്താങ്ങാൻ ആളുകളുണ്ടാവും, പുറകെ നടക്കാൻ ആളുകളുണ്ടാവും. അത് കഴിയുമ്പോൾ രേണുവിന് ശേഷം ഇപ്പൊ നാളെ പുതിയതായിട്ട് ഒരാൾ വന്നാൽ കഴിഞ്ഞു പോയി എന്നുള്ള. ഇപ്പൊ ഈ സന്തോഷ് ആറാട്ടെണ്ണം വന്ന് കുറെ നാൾ ആറാട്ടെണ്ണനെ എടുത്തു വെച്ചുകൊണ്ട് നടന്നു. നമ്മൾ ഉൾപ്പെടെ, ഞാൻ ഉൾപ്പെടെയുള്ളവരെ അയാളുടെ ഇന്റർവ്യൂ ഒക്കെ എടുത്തതാ. അത് കഴിഞ്ഞപ്പോ അലൻ ജോസ് പെരേര എന്ന് പറഞ്ഞ ഒരുത്തൻ വന്നു. പിന്നെ അയാളുടെ പുറകെയായി ആളുകള്. പിന്നെ ഇപ്പൊ വേറെ ആരോ വരുന്നു. ഇപ്പൊ വേടൻ കുറെ നാള് വേടനെ പൊക്കിക്കൊണ്ട് നടന്നു. ഇപ്പൊ വേടൻ ഇന്നലെ മുതല് ഇപ്പൊ വേടനാണ് ന്യൂസ് പകൽഗ്രാമൊക്കെ വിട്ടു. ഇപ്പൊ വേടന്റെ പുറകെയാണ് ചാനലുകളെല്ലാം. അപ്പൊ ആർക്കാണോ പ്രിഫറൻസ്, ആരാണോ മൂല്യമുള്ളത് അവരുടെ പുറകെയാണ് ആളുകൾ. അതുകൊണ്ട് രേണുസുതി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ കുറച്ച് നാളത്തതാണ്. നിങ്ങൾക്ക് ജീവിക്കാം, ഇത് വെച്ചിട്ട് നിങ്ങളുടെ കുടുംബം പുലർത്താം, മാന്യമായി നിങ്ങൾ ജോലി ചെയ്ത് നിങ്ങൾ ജീവിക്കുന്ന അതൊക്കെ നിങ്ങളുടെ കാര്യം. പക്ഷെ എങ്കിൽ പോലും ഇതിൽ ഭ്രമിച്ചുകൊണ്ട് ജീവിക്കരുത്. അത് എപ്പോഴും കലാകാരന്മാരും കലാകാരികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മുടെ ഉള്ളിൽ കലയുണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ, ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ, നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ഒരു വളഞ്ഞ വഴിയും സ്വീകരിക്കേണ്ട ആവശ്യമില്ല. അത് കൃത്യമായി നമ്മൾ അതിലേക്ക് എത്തിച്ചേരും. അതിനുവേണ്ടി പരിശ്രമം നടത്തിയാൽ മാത്രം മതി. അല്ലാതെ ഇത്തരത്തിൽ ഗിമിക്കുകൾക്ക് പുറകെയും അല്ലാതെ ചതിക്കുഴികൾ ഒരുപാട് ഇതിനു പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അതിലൊന്നും ചെന്ന് ചാടിയാൽ ഒരിക്കലും അതുകൊണ്ടുണ്ടാകുന്ന വളർച്ച നിലനിൽക്കില്ല, അത് ശാശ്വതമായി നിലനിൽക്കില്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്.